അപ്പോൾ പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ തുടർച്ചയാണ്. സുകുമാരൻ്റെ അയൽ രാജാവ് എന്നുള്ള കഥയാണ് അതിൻ്റെ തുടർച്ച. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിന്ന് പറഞ്ഞു നിർത്തിയതിനെ തുടർന്ന് എങ്ങനെയാണ് കന്യകമാരായിട്ടുള്ള പെൺകുട്ടികളെ രാജാക്കന്മാർക്കും മന്ത്രിമാർക്കും മറ്റുള്ളവർക്കും ഒക്കെ മുന്നിൽ കാഴ്ചവെക്കുന്നത് അതൊരാളെടുത്ത തീരുമാനമല്ലെന്നും അങ്ങനെ ആ രീതിയിലേക്കുള്ളൊരു സംഭാഷണത്തിലാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിർത്തിയത്. പിന്നെ അതിൽ പൊതുവെ എന്താണ്, ഈ രാജ്യനിവാസികൾ മന്ദബുദ്ധികളാണെന്ന കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടാവുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ രാജകലയുള്ള പുത്രീപുത്രന്മാർ ഈ രാജ്യത്ത് ജനിക്കുകയും അവരുടെ ബുദ്ധി കൂർമ്മത ഇവിടുത്തെ ഒട്ടേറെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുകയും ചെയ്യുക വഴി ഐശ്വര്യ സമൃദ്ധമായ ഒരു സാമ്രാജ്യം വിദൂര ഭാവിയിൽ നമുക്ക് ലഭിക്കുകയും ചെയ്യും. ഇതൊക്കെയാണ് അവരുടെ കാഴ്ചപ്പാട്. പക്ഷെ നിർഭാഗ്യമെന്ന് തന്നെ പറയട്ടെ, നമ്മുടെ ഈ തീരുമാനത്തെ വെല്ലുവിളിക്കാൻ ക്ഷേത്രനടയിലും പുഴക്കടവിലും ഉരൽപ്പുരയിലും കാറ്റുപോലെ അദൃശ്യമായ പ്രവർത്തനം നടത്തി രാജ്യസഭയ്ക്കെതിരെ സുന്ദരിമാരായ കന്യകമാരുടെ രോഷം ആളിക്കത്തിപ്പിക്കുക എന്ന നിഷ്ഠൂര പ്രവൃത്തിയിൽ ഇവൻ്റെ പ്രിയപുത്രി ഏർപ്പെടുകയും, ആരുടെ പ്രിയപുത്രിയാണ്? ഇവിടെ ഉമാപതിയുടെ മകൾ. ഭാഗ്യവശാൽ വളരെ പെട്ടെന്ന് നമ്മുടെ ശ്രദ്ധ അതിൽ പതിയുകയും ചെയ്തു. അപ്പോൾ ഇവിടെ തെറ്റായ നിയമവ്യവസ്ഥ അല്ലെങ്കിൽ നീതി നടക്കുന്നതിനെതിരെ പ്രതിഷേധിക്കുന്നതാണ് ഇവിടുത്തെ ഈ മന്ത്രിക്കും രാജാവിനും അവർക്കൊക്കെ അംഗീകരിക്കാൻ കഴിയാതെ വരുന്നത്. പക്ഷെ ഇവിടെ നീതിയുടെ ആ ഒരു മാർഗത്തിലേക്ക്, സത്യത്തിൻ്റെ മാർഗത്തിലൂടെ കാര്യങ്ങളെ മുന്നോട്ട് നീക്കുന്നവരെ അവിടെ ശത്രുവായിട്ട് കണക്കാക്കപ്പെടുകയാണ്. അപ്പോൾ അവർ എന്തോ വലിയൊരു അപരാധം ചെയ്തതുപോലെയാണ് ഇവിടെ രാജസദസ്സ് ഒന്നാകെ വിലയിരുത്തുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അവർ പറയുകയാണ്, ഇങ്ങനെയുള്ള ആ ഒരു പ്രവൃത്തി ഒരിക്കലും ഒരു കന്യകമാരായിട്ടുള്ള പെൺകുട്ടികൾ മറ്റുള്ളവരുടെ അറകളിലേക്ക് പോവാതിരിക്കാൻ വേണ്ടി പ്രവർത്തിച്ച ആ ഉമാപതിയുടെ മകൾ ചെയ്ത പ്രവൃത്തി രാജ്യദ്രോഹ കുറ്റമായിട്ടൊക്കെയാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ എന്താണ്, പ്രതികരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അത്തരത്തിലുള്ള പ്രതികരണമൊക്കെ വലിയ വിഷയമാക്കി തീർക്കുന്ന ആ ഒരു രാജസദസ്സിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്നുള്ളതാണ്. രോഗാതുരമായ ഇവൻ്റെ പ്രാണപ്രേയസി വിശ്രമത്തിനു പോലും മുതിരാതെ വെയിലും മഴയും വകവയ്ക്കാതെ വയലേലകളിൽ ചുറ്റി നടക്കുന്നുണ്ടെന്ന വാർത്ത നമ്മുടെ ചെവിയിലെത്തിയ അന്നു മുതൽ അന്വേഷണം ആരംഭിച്ചു. അപ്പോൾ അതേപോലെ തന്നെ എന്താണ്, ആ പ്രതിരോധത്തിൻ്റെ വഴിയിലൂടെയാണ് ഉമാപതിയുടെ ഭാര്യയും സഞ്ചരിക്കുന്നത് എന്നറിഞ്ഞ് അന്നു മുതൽ അതിനെക്കുറിച്ചിട്ട് അന്വേഷണം ആരംഭിച്ചതാണ്. അപ്പോൾ സമൃദ്ധിയിലേക്കുള്ള ആദ്യത്തെ കാൽവെപ്പ് എന്ന നിലയിൽ എൻ്റെ ജാമാതാവിൻ്റെ സാമ്രാജ്യത്തു നിന്നും എൻ്റെ ഷഷ്ട്യബ്ദ പൂർത്തിക്ക് സമ്മാനമായി ലഭിച്ച ഊക്കൻ ഇരുമ്പു യന്ത്രോപകരണങ്ങൾ വഴി ഉൽപാദനം ഇരട്ടിപ്പിക്കാൻ നാം പരിശ്രമിച്ചു വരികയായിരുന്നു. ഈ യന്ത്രങ്ങൾ മനുഷ്യരുടെ ജോലി നഷ്ടപ്പെടുത്തുന്നുവെന്നും ആയതിനാൽ അതിൻ്റെ പ്രവർത്തനം തടസ്സപ്പെടുത്തണമെന്നും അക്ഷരാഭ്യാസമില്ലാത്ത നമ്മുടെ മലയോരങ്ങളിൽ താമസിക്കുന്ന കർഷക പ്രജകളെ ഇവൾ പറഞ്ഞ് മനസ്സിലാക്കിയിരിക്കുന്നു. അപ്പോൾ ഇവിടെ മനുഷ്യർ ചെയ്തിരുന്ന തൊഴിലുകൾ, അപ്പോൾ അവിടെ യന്ത്രവൽക്കരണം വന്നതോടു കൂടിയിട്ട് മനുഷ്യന് അവിടെ ജോലി കുറഞ്ഞു വരികയും തൊഴിൽ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയും വന്നു. അപ്പോൾ അതിനെക്കുറിച്ച് ബോധവൽക്കരണം നടത്തിയതാണ് വലിയ തെറ്റായിട്ട് വന്നതും. അപ്പോൾ രാജാവ് തല ഉയർത്തി സദസ്സിനെ ഒന്ന് നോക്കിയ ശേഷം തുടർന്നു. മേൽപ്പറഞ്ഞ കുറ്റങ്ങളെല്ലാം നമ്മുടെ മന്ത്രിപുങ്കവൻ്റെ നേതൃത്വത്തിൽ നടന്ന അന്വേഷണത്തിൽ സംശയാതീതമാം വണ്ണം തെളിഞ്ഞിരിക്കുന്നതിനാൽ താഴെ പറയുന്ന ശിക്ഷ നൽകുവാനുള്ള ഒരു തീരുമാനത്തിൽ ദുഃഖത്തോടെ നാം എത്തിച്ചേരേണ്ടി വന്നു. അപ്പോൾ സദസ്സിൽ കയ്യടികളും ആർപ്പുവിളികളും മുഴങ്ങി. ഭടന്മാർ ആനന്ദ നൃത്തം ചവിട്ടി. ആസ്ഥാന കവികൾ രാജാവിനെ പ്രകീർത്തിച്ചു, കവിതകൾ ചൊല്ലി. സൈനാധിപന്മാർ അഭിമാനത്തോടെ പടവാളിൽ കയ്യുറപ്പിച്ചു നിന്നു. അപ്പോൾ വലിയ ഒരു കുറ്റം ചെയ്ത ഒരു കുറ്റവാളിയെ ശിക്ഷിക്കപ്പെടാനുള്ള ആ ഒരു താളിയോലയുടെ വിധി വായിച്ചപ്പോഴുണ്ടായ ആ രാജസദസ്സിലെ
അപ്പോഴത്തെ ഒരു അവസ്ഥയാണ്, അവരുടെ ഒരു മനോവികാരമാണ് ഇവിടെ പ്രകടമാകുന്നത്. അപ്പം ഞാനും എൻ്റെ കുടുംബവും അങ്ങനെ നാടുകടത്തപ്പെട്ടു. ഞങ്ങളുടെ മുഖത്ത് ചുട്ടികുത്തി കഴുതപ്പുറത്ത് കയറ്റി പെരുമ്പറയടച്ച് അശ്വാരൂഢന്മാരായ ഭടന്മാർ നടന്നു. രാജവീഥിയുടെ ഇരുവശത്തും ജനങ്ങൾ നിശബ്ദരായി നിന്ന ഞങ്ങളുടെ ദുരന്തത്തിൽ ദുഃഖിക്കുന്നുണ്ടായിരുന്നു. ഒരിക്കലും പ്രതികരിക്കാൻ കഴിയാതെ അല്ലെങ്കിൽ പ്രതിഷേധിക്കാൻ കഴിയാതെ പലരും മൗനമായി അവരുടെ ആ ഒരു ദുരന്തത്തിൽ ദുഃഖിക്കുകയും ചിലർ മരങ്ങളുടെ മറവിൽ നിന്ന് ഞങ്ങൾക്ക് രഹസ്യമായി അഭിവാദനം നൽകി, ചിലർ അവർക്കൊരു പ്രചോദനവും നൽകി. വൃദ്ധന്മാരുടെ കണ്ണീര് പറ്റിയ കൃഷ്ണമണികൾ നിസ്സഹായത പ്രകടിപ്പിച്ചു. ഇപ്പോൾ വൈക്കോൽ മേഞ്ഞ കുടിലുകളിൽ അർദ്ധപട്ടിണിക്കാരുടെ ചോരവാർന്ന മുഖങ്ങളും മാർബിൾ സൗധങ്ങളുടെ കിളിവാതിലുകളിൽ ആപ്പിൾ പഴത്തുടിപ്പോടെ രാജകീയ പ്രൗഢിയുടെ സന്തതികളും ഞങ്ങളെ എത്തി നോക്കി. അപ്പോൾ ഉമാപതിയെയും കുടുംബത്തെയും അവിടെ നിന്ന് നാട് കടത്തപ്പെടുകയാണ്. അപ്പം അവർ സമ്പൽ സമൃദ്ധിയുള്ള ഒരു അയൽ രാജ്യത്തിലേക്ക് പോകാമെന്നാണ്, അവിടെ അവർക്ക് അഭയം ലഭിക്കുമെന്നും മക്കൾ പറയുമ്പോൾ അതുതന്നെയാണ് ഉമാപതിയും അന്വേഷിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എൻ്റെ സന്ദേശം ഇതായിരുന്നു: പട്ടിണിയുടെ പേക്കോലങ്ങളെ, ഇനിയും സമയം വൈകിയിട്ടില്ല. എനിക്ക് ശേഷം നിങ്ങളുണ്ടാവും. ഒരുമിച്ചിരുന്ന് ചിന്തിപ്പിൻ. നിങ്ങളിലെ ശക്തനായി കിടക്കുന്ന ഹനുമാൻ ഉണരട്ടെ. നിങ്ങളുടെ ജീവിതാവശ്യങ്ങളുടെ വാലിൽ കൊളുത്തപ്പെട്ട തീജ്വാല ഇവിടെ മുഴുവൻ പടരട്ടെ. പൂന്തോട്ടങ്ങളെ കരിക്കരുത്, ഉണക്കമരങ്ങളെ ചാമ്പലാക്കുക. ഇതാണ് ഉമാപതി അവർക്ക് കൊടുത്ത ആ ഒരു സന്ദേശവും. എന്താണ്? പട്ടിണിപ്പേക്കോലങ്ങളെ, ദാരിദ്ര്യം മൂലം പ്രയാസപ്പെടുന്ന ആളുകളോടാണ്. ഇനിയും സമയം ഒട്ടും തന്നെ വൈകിയിട്ടില്ല. അപ്പോൾ എനിക്ക് ശേഷം നിങ്ങളും ഇതേപോലെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും കൂട്ടായിരുന്ന് ചിന്തിക്കുവിൻ. എന്നിട്ട് നിങ്ങളിലെ ആ ശക്തനായ, മറഞ്ഞു കിടക്കുന്ന ശക്തനായിട്ടുള്ള ആ ഒരു ശക്തിയെ നിങ്ങൾ ഉണർത്തണം. എന്നിട്ട് നിങ്ങളുടെ ജീവിതാവശ്യങ്ങളുടെ വാലിൽ കൊളുത്തപ്പെട്ട ആ ഒരു തീജ്വാല, ആ പ്രതിഷേധത്തിൻ്റെ തീജ്വാല ഇവിടെ മുഴുവന് പടരട്ടെ. ഒരിക്കലും പൂന്തോട്ടങ്ങളെ കരിക്കരുത്, അല്ലേ? അപ്പോൾ എന്തിനെയാണ് കരിക്കേണ്ടത്? ഉണക്കമരങ്ങളെ ചാമ്പലാക്കുക. നമുക്ക് പ്രത്യാശ നൽകുന്ന ഒന്നും നശിപ്പിക്കാതെ നമുക്ക് തടസ്സമായി നിൽക്കുന്നതിനെയാണ് അവിടെ നശിപ്പിക്കാൻ പറയുന്നത്. രാജ്യാതിർത്തിക്കപ്പുറത്ത് ഘോരവനങ്ങൾ തുടങ്ങുന്ന താഴ്വരയിലേക്ക് ഞങ്ങളെ ചവിട്ടിത്തള്ളി കരയുന്ന കഴുതകളെയും വലിച്ചിഴച്ച് ഭടന്മാർ മടങ്ങി. അവർക്ക് പുറകെ പെരുമ്പറയടിച്ചു തളർന്നവരും നടന്നു. വൃക്ഷലതാദികൾ ഇടതൂർന്ന് വളർന്നു നിൽക്കുന്ന വനങ്ങളിലൂടെ ഞങ്ങൾ വേച്ച് നീങ്ങി. എൻ്റെ മകൻ കരിങ്കൽ കഷ്ണങ്ങളും മുളക്കമ്പുകളും ശേഖരിച്ച് വന്യമൃഗങ്ങളിൽ നിന്നും ഞങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ തയ്യാറെടുക്കുന്നു. കവണ കയ്യിലുറപ്പിച്ച് എൻ്റെ പ്രിയപുത്രി ഞങ്ങൾക്ക് തിന്നാൻ കാട്ടുപഴങ്ങളും കുടിക്കാൻ തേനും ഉണ്ടാക്കി തന്നു. എൻ്റെ പ്രിയതമ എൻ്റെ കൈത്തണ്ടയിൽ തൂങ്ങി നടന്നു. എൻ്റെ മക്കളും ഭാര്യയും ഇടവിട്ട് ചോദിക്കുന്നു, അച്ഛാ, അച്ഛൻ എപ്പോഴും പറയാറുള്ള, അച്ഛൻ്റെ കലാരൂപങ്ങളിൽ ദൃശ്യമാവാറുള്ള അയൽ രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് നമുക്ക് പോകാം. അവിടെ നമ്മൾക്ക് അഭയം കിട്ടാതിരിക്കില്ല. ദാരിദ്ര്യത്തിൻ്റെ വിണ്ടുകീറിയ മുഖങ്ങളും ചൂഷണത്തിൻ്റെ ചാട്ടവാറടിയുമില്ലാത്ത ആ സാമ്രാജ്യത്തിൽ എത്രയും വേഗം നാം എത്തണം. ഭാര്യയുടെ സ്വരത്തിലും പ്രത്യാശയുടെ നാമ്പുകൾ കണ്ടു. നാം എന്തിന് നാടുകടത്തപ്പെട്ടു എന്ന് അദ്ദേഹം അറിയുമ്പോൾ നാം രക്ഷപ്പെടും. അദ്ദേഹം നമ്മെ സസന്തോഷം സ്വീകരിക്കും. എന്നും വസന്തം വിടരുന്ന ആ ഭൂമിയിൽ നമുക്ക് അധ്വാനിച്ച് ജീവിക്കാം. അപ്പം മക്കളുടെ ചോദ്യത്തിന് ഉമാപതിയുടെ മറുപടിയായിരുന്നു ഞാൻ പറയും. അപ്പം എത്രയോ കാലങ്ങളായി അദ്ദേഹം അത് അന്വേഷിക്കുകയാണ്. ഒരിക്കലും കണ്ടിട്ടില്ലാത്ത
ആ മുഖം എങ്ങനെയാണ് എൻ്റെ കലാരൂപങ്ങളിൽ തെളിഞ്ഞതെന്ന് ഇന്നും ഉമാപതിക്ക് വളരെ അത്ഭുതമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ആ അയൽരാജാവിൻ്റെ കൊട്ടാരത്തിലേക്കുള്ള വഴിയാണെങ്കിലും ഉമാപതിക്കും കുടുംബത്തിനും അറിയുകയുമില്ല. അപ്പോൾ നമ്മുടെ ലക്ഷ്യവും എന്താണ്? അതുതന്നെയാണ്, അവിടേക്ക് എത്തിച്ചേരുക. ഇങ്ങനെ ഒരു മനുഷ്യജീവിയെപ്പോലും കാണാൻ കഴിയാത്ത ആ ഒരു സ്ഥലത്ത് എങ്ങനെയാണ് നാം വഴി കണ്ടുപിടിക്കുക? ഇങ്ങനെ മനുഷ്യമുഖങ്ങൾ കണ്ടുമുട്ടുന്നത് വരെ നടക്കുക. എന്നെങ്കിലും ഒരിക്കൽ നാം അയൽ രാജാവിൻ്റെ കൊട്ടാരത്തിൽ എത്തിച്ചേരുമെന്ന് എനിക്ക് ഉറപ്പുണ്ടെന്ന് അദ്ദേഹം പറയുകയാണ്. അങ്ങനെ വീണ്ടും അവരുടെ യാത്ര തുടരുകയാണ്. അവർ നടന്ന സമയത്താണ് മകൾ വലിയൊരു തുണി നിറയെ പഴങ്ങൾ ശേഖരിച്ച് തലയിൽ ചുമന്ന് അരുവിക്കരയിൽ അവർ വിശ്രമിച്ചു. അങ്ങനെ വീണ്ടും നടന്നു. 10ാമത്തെ ദിവസം അവർ ഒരു വനവേടനെ കണ്ടെത്തുകയാണ്. അങ്ങനെ ആ വനവേടൻ അവരുമായി ഏറുമാടത്തിലിരുത്തി സ്വീകരിച്ചു. അങ്ങനെ അതിർത്തികളില്ലാത്ത, നിയമങ്ങളില്ലാത്ത, മർദ്ദിതരും ചൂഷിതരുമില്ലാത്ത ഒരു ലോകത്ത് അവൻ ജീവിക്കുന്നു. ആ ഒരു വേടനാണ്. അവിടെ ആരും ചൂഷണം ചെയ്യാനില്ല, മർദ്ദനങ്ങളില്ല, നിയമങ്ങളില്ല, ചൂഷണം ചെയ്യാൻ ആരുമില്ല. അങ്ങനെയുള്ള ഒരു ലോകത്തിലാണ് അവൻ ജീവിക്കുന്നത്. ഇങ്ങനെ അയൽരാജാവിൻ്റെ രൂപസാദൃശ്യമുള്ള വിഗ്രഹങ്ങൾ ഉണ്ടാക്കിയതിന് നാടുകടത്തപ്പെട്ടുവെന്നും ഞങ്ങളുടെ ലക്ഷ്യം അയൽരാജാവിൻ്റെ കൊട്ടാരമാണെന്നും ആ വനവേടനെ അറിയിക്കുകയാണ് അവർ. അപ്പോൾ ആദ്യം അദ്ദേഹം ആ ഒരു വനവേടൻ കൈമലർത്തുകയാണ്. ഞങ്ങൾ അവന് മധുരപ്പഴങ്ങൾ സമ്മാനിച്ചു. തണുപ്പ് മാറ്റാൻ ഞങ്ങൾ പുതച്ചിരുന്ന പരുത്തി വസ്ത്രങ്ങൾ കൊടുത്തു. ഒടുവിൽ അവൻ അറിയാവുന്ന ദൂരം പറഞ്ഞു തന്നു. ഈ നദിക്കരയിലൂടെ 20 ദിവസം നടന്നാൽ നിങ്ങളൊരു വലിയ ഗോതമ്പ് കൃഷിത്തോട്ടത്തിൽ എത്തിച്ചേരും. അവിടം ഭരിക്കുന്നത് നേത്രമുഖൻ എന്നൊരു കാട്ടുരാജാവാണ്. അപ്പോൾ അയൽരാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് അവിടുന്ന് അങ്ങോട്ടുള്ള വഴി അദ്ദേഹത്തിന് മാത്രമേ അറിയൂ. ആർക്കാണ്? നേത്രമുഖൻ എന്ന ആ ഒരു കാട്ടുരാജാവിന് മാത്രമേ ആ വഴി അറിയുകയുള്ളൂ. അപ്പോൾ വീണ്ടും ഞങ്ങൾ നടന്നു. നദിയിൽ മഞ്ഞുകട്ടകൾ ഒഴുകിക്കൊണ്ടിരുന്നു. സൂര്യൻ ഞങ്ങളെ ശത്രുക്കളായി കണ്ടു. ചന്ദ്രക്കല ഇരുട്ടിൽ വഴിതെളിച്ചു. 20ാം പുലരിയിൽ ഞങ്ങൾ വിശാലമായ ഗോതമ്പ് പാടങ്ങൾ കണ്ടെത്തി. പൂർണ്ണനഗ്നരായ കറുത്ത മനുഷ്യർ പാടങ്ങളിൽ പണിയെടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കാട്ടുരാജാവിൻ്റെ ഗുഹാവാതിൽക്കൽ എത്തിയ ഞങ്ങൾക്ക് അകത്തേക്ക് പ്രവേശനമുണ്ടായിരുന്നില്ല. അപ്പോൾ പാറാവുകാരൻ തടഞ്ഞുകൊണ്ട് വിവരം അറിയിക്കുകയാണ്. രാജാവ് മാനസികമായി തളർന്ന ശയ്യാവലംബയായിരിക്കുകയാണ്, രോഗം പിടിപെട്ട്. അപ്പോൾ പേരുകേട്ട വൈദ്യകലാനിധികൾക്കൊന്നും തന്നെ എന്താണ് അദ്ദേഹത്തിൻ്റെ അസുഖം മാറ്റാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് രാജാവിനൊരു നിബന്ധനയുണ്ട്. കാണാൻ സമ്മതിക്കും, പക്ഷെ എന്താണ്, അദ്ദേഹത്തിൻ്റെ അസുഖം മാറ്റാൻ കഴിഞ്ഞില്ലെങ്കിൽ തല കൊയ്യും. മറിച്ചാണെങ്കിൽ അദ്ദേഹം ആവശ്യപ്പെടുന്നത് എന്തും തരികയും ചെയ്യുന്ന പറയുകയാണ്. ഞാൻ സമ്മതിച്ചു. ഭാര്യയെയും മക്കളെയും പുറത്ത് നിർത്തിക്കൊണ്ട് ഉമാപതി അകത്തേക്ക് കടക്കുകയാണ്. അപ്പോൾ പുലിത്തോലിൽ അവശനായി തളർന്നു കിടക്കുന്ന രാജാവിൻ്റെ തലക്കരികെ ചമ്രം പടിഞ്ഞിരുന്ന് രോഗത്തിൻ്റെ കാരണം ആരായുകയാണ്. മറുപടി പറയുമ്പോൾ രാജാവിൻ്റെ തൊണ്ട ഇടറിയിരുന്നു. നോക്കൂ മാന്യദേഹമേ, അദ്ദേഹം വിക്കി വിക്കി പറഞ്ഞു. ഞാൻ ഈ കാടിൻ്റെ അധിപനാണ്. എൻ്റെ സമീപ പ്രദേശത്തുള്ള കാടുകളിലും ഓരോ രാജാക്കന്മാരുണ്ട്. അവരിൽ വെച്ച് ഏറ്റവും മോശക്കാരൻ ഞാൻ തന്നെയാണ്. ഈ ചിന്ത എൻ്റെ ആരോഗ്യത്തെ ദിനം പ്രതി കാർന്നു തിന്നുന്നു. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ രോഗത്തിന് കാരണമായതും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അസുഖം മാറ്റിത്തരാമെന്നൊക്കെ ഉറപ്പൊക്കെ പറഞ്ഞിട്ടാണ് അവിടേക്ക് വന്നത്. അപ്പോൾ കാട്ടുരാജാവാകട്ടെ പകരം ഒരു അടിമയെ എനിക്ക് തരണം എന്നും പറയുന്നുണ്ട്. അപ്പോൾ രാജാവ് തനിക്കറിയാവുന്ന വഴിയൊക്കെ പറഞ്ഞു കൊടുത്ത് പ്രതിഫലമായിട്ട് എന്താണ്, മകൻ വേണ അടിമയായി ഗോതമ്പ് പാടത്തേക്ക് ഇറങ്ങുകയും ചെയ്യുകയാണ്. അപ്പോൾ ഇതാണ് തൻ്റെ ഒരു അസുഖത്തിൻ്റെ കാരണം എന്ന് പറഞ്ഞ് അല്ലേ. അപ്പോൾ അദ്ദേഹമാണ് ഏറ്റവും മോശക്കാരൻ. അങ്ങനെ ആ ഒരു ചിന്ത മനസ്സിലേക്ക് വന്നത് മുതൽ എന്താണ്, രോഗാതുരനായി തീരുകയാണ് അദ്ദേഹം. അപ്പോൾ കണ്ണീർ തുടച്ചുകൊണ്ട് രാജാവ് പറഞ്ഞു അല്ലേ. അപ്പോൾ ഇത്രയും പറഞ്ഞപ്പോഴേക്ക് അദ്ദേഹം കരയാൻ തുടങ്ങുകയാണ്. ഉമാപതി അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുകയും അങ്ങനെ
കരയാതിരിക്കൂ വനരാജൻ, കാരണം എന്താണെന്ന് പറയൂ. അങ്ങനെ അദ്ദേഹത്തോട് കരയാതിരിക്കാനൊക്കെ പറഞ്ഞുകൊണ്ട് പറയുകയാണ്, എൻ്റെ അയൽക്കാടുകളിലെ രാജാക്കന്മാർക്കെല്ലാം എന്താണ് 1001 വീതം അടിമകളുണ്ട്. എനിക്കാകട്ടെ എത്ര അടിമകളാണ്? വെറും 1000 മാത്രം. ഒരടിമയെ കൂടി കിട്ടിയാൽ എൻ്റെ അന്തസ്സുയരും. ഞാൻ അവർക്കൊപ്പമാവും. എനിക്ക് നഷ്ടപ്പെട്ട മാനസികാരോഗ്യം തിരിച്ചു കിട്ടും. അപ്പോൾ രാജാവിൻ്റെ പ്രശ്നം എന്തായിരുന്നു? മാനസികാരോഗ്യം നഷ്ടപ്പെട്ടതാണല്ലേ. അപ്പോൾ അദ്ദേഹം ഉമാപതി നെടുവീർപ്പിട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അസുഖം മാറ്റി കൊടുക്കാമെന്ന് പറഞ്ഞ് പ്രത്യുപകാരമായിട്ട് ഇവരുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കണമെന്നും അടിമയായിട്ട് തൻ്റെ മകനെ അവർക്ക് നൽകുകയും ചെയ്തു എന്നുള്ളതാണ്. അങ്ങനെ അയൽ രാജാവിലേക്ക് പോവാനുള്ള വഴിയൊക്കെ, അറിയാവുന്ന വഴികളൊക്കെ പറഞ്ഞു കൊടുക്കുകയും അപ്പോഴേക്കും അടിമയുടെ രൂപത്തിലേക്ക് മാറിയ മകൻ നഗ്നനാവുകയും തലയോടിൻ്റെ രൂപം പുറത്തെ തൊലിയിൽ പൊള്ളിച്ചു ചേർത്ത് 1001 അടിമയായി ഗോതമ്പ് പാടത്തേക്ക് ചാടി ഇറങ്ങുകയും ചെയ്തു. അപ്പോൾ ഉമാപതിയോ ഭാര്യയോ ഒന്നും തന്നെ എന്താണ്, മകളോ ഒന്നും കണ്ണീർ പൊഴിച്ചില്ല. കാരണം അവർക്ക് ഏറ്റവും വലുതെന്തായിരുന്നു? അവരുടെ ലക്ഷ്യമായിരുന്നു. ആ ലക്ഷ്യമാണ്, ആ ഒരു ലക്ഷ്യം തന്നെയാണ് മഹത്തായത് എന്നുള്ള ആ ഒരു ചിന്ത കൊണ്ടാണ്. അപ്പോൾ ആ രാജാവ് അയച്ചു തന്ന വഴികാട്ടിയോടൊപ്പം വീണ്ടും അവർ നടക്കുകയാണ്. ഇടയ്ക്കിടെ മഴ മാറി അല്ലേ. അപ്പം ഉയരുകയും വെയിലും മഴയും ഒക്കെ ഇങ്ങനെ മാറി മാറി വന്നു. രാത്രിയിൽ നിലാവിനെ കാർമേഘങ്ങൾ മറച്ചു. ഇപ്പോൾ 25-ാം രാത്രിയും പുലർന്നു. അപ്പോൾ വഴികാട്ടി വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, ആ കാണുന്നത് ഒരു പ്രഭുവിൻ്റെ വലിയ കുടുംബമാണ്. ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള വഴി അദ്ദേഹത്തിന് മാത്രമേ അറിയാവൂ. അപ്പോൾ ഓരോ സ്ഥലങ്ങളിൽ എത്തുമ്പോഴും വഴി കാണിച്ചു കൊടുക്കാൻ ഓരോരുത്തരായിട്ട് അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഒരു പടിപ്പുരയെ ലക്ഷ്യമാക്കിയിട്ട് അവർ നടക്കുകയാണ്. ആ വഴി തടയാൻ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. വിശാലമായ മുറ്റവും ഇരുണ്ട വലിയ ഇടനാഴികളും മറാല കെട്ടിയ കൊട്ടത്തളങ്ങളും ഒക്കെ കടന്ന് നിരവധി സ്ത്രീ പുരുഷന്മാർ ഓരോ ജോലികളിൽ ഒഴുകിക്കൊണ്ടിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ പിന്നീട് ആ പ്രഭുവിൻ്റെ വീട് കാണിച്ചു കൊടുക്കുകയും, പക്ഷെ അകത്തേക്ക് കന്യകമാർക്ക് മാത്രമേ പ്രവേശനം ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അകത്തേക്ക് കയറിയ മകൾ കന്യകാത്വം നഷ്ടപ്പെട്ട് തിരിച്ചു വന്ന് അയൽ രാജ്യത്തേക്കുള്ള വഴി രേഖപ്പെടുത്തിയ ഒരു ഓലത്തുണ്ട് അച്ഛന് കൊടുക്കുന്നു. തൻ്റെ ഇനിയുള്ള കാലം ഇവിടെയാണെന്നും ഗർഭിണികൾക്കും വെപ്പാട്ടികൾക്കും വന്ധ്യകൾക്കുമിടയിൽ ജീവിക്കുമെന്നും അയൽ രാജാവിൻ്റെ സഹായത്താൽ വസന്തം വരുന്ന ഒരു കാലത്തെ എല്ലാവരും രക്ഷപ്പെടും എന്നും പറഞ്ഞ് അവരെ യാത്രയാക്കുന്നു. അപ്പോൾ അയൽ രാജാവിനെ കണ്ടെത്തുക എന്ന ലക്ഷ്യത്തെ മുൻനിർത്തി എല്ലാം ത്യജിച്ചുകൊണ്ട് അവർ യാത്രയാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ പ്രഭുവിൻ്റെ വീട്ടിലേക്ക് വന്ന സമയത്ത് അവിടെ മകളെ കൊടുക്കുകയാണല്ലേ. അപ്പോൾ ആദ്യം മകനെ അടിമയായിട്ട് കൊടുത്തു. ഇവിടേക്ക് വന്നപ്പോഴേക്ക് മകളെയും. അപ്പോൾ രാജാവിൻ്റെ ആ ഒരു ഇതിലേക്ക് കയറാൻ കന്യകമാർക്ക് മാത്രമേ അവസരം ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും ഇതുവരെ നമ്മൾ പറഞ്ഞു അല്ലേ. ഇനി ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം.